ഹലോ നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊമാറ്റോ ജാം. അടിപൊളി ഒരു ഐറ്റം കേട്ടോ. എന്ത് പറഞ്ഞാലും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കുട്ടികൾക്കും വീട്ടിലും നമ്മൾ മുതിർന്നവരും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റിയായ ഒരു സാധനം തന്നെയാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു സഹോദരൻ റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് കണക്ക് കൂട്ടുക. നിങ്ങൾ പരമാവധി പഴയ വീഡിയോ കൊണ്ട് കണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ പഴുത്ത തക്കാളി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 2 നാരങ്ങ. ഇത് തീരെ ചെറിയ നാരങ്ങ ആയിട്ട് 2 എടുത്തത്. വലിയ നാരങ്ങ ആണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ 300 ഗ്രാം പഞ്ചസാര. 1 കിലോ തക്കാളിക്ക് 300 ഗ്രാം പഞ്ചസാര എന്ന കണക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് തക്കാളി എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക. ചിലവരാണെങ്കിൽ പുഴുങ്ങി എടുത്തതിന് ശേഷം തക്കാളിയുടെ തൊലി ഇങ്ങനെ ഇളക്കിയെടുക്കും. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് നമ്മളിത് തൊലി ചെത്തി കളഞ്ഞെടുക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ ഇതെല്ലാം തൊലി ചെത്തി കളഞ്ഞ് എടുക്കും, അത് നല്ലത്. അതിനുശേഷം നമ്മളത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. വലുതായിട്ടൊന്ന് അരച്ചെടുക്കണ്ട, കുറച്ചൊന്ന് അരച്ചെടുത്താൽ മതി. ഒരു 3-4 കറക്കുമ്പോൾ തന്നെ നല്ലോണം ജ്യൂസായി കിട്ടുന്നതാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാര പാവ് കാച്ചാണ്. അതിന് നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇപ്പോൾ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തതെന്ന് വെച്ചാൽ അതിന് 1/4% വെള്ളം, അതായത് 4/1 വെള്ളം ഒഴിച്ച് അത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കേണ്ടതാണ്. പഞ്ചസാര പാകമായെന്ന് നമുക്കിപ്പോൾ നോക്കാൻ വേണ്ടി കുറച്ചൊരു വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് കോരി ഒഴിച്ചിട്ടാണ് ഇളക്കിയെടുക്കുമ്പോൾ ഇതേപോലെ ബോളായി കിട്ടും. അന്നേരം നമുക്ക് പഞ്ചസാര പാകമായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ തക്കാളി ജ്യൂസ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് തക്കാളി ജാം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത് ഇട്ടേച്ചെങ്ങും പോകാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ തെറിച്ച് ദേഹത്തൊക്കെ വീഴും, അല്ലേ തെറിച്ച് അവിടെ എല്ലാം വീഴും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം, എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതേപോലെ വെള്ളം പറ്റിയതിന് ശേഷം നമ്മൾ നാരങ്ങ എടുത്ത് അതിനകത്തോട്ട് പിഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. വലിയ നാരങ്ങ എന്ന് 1 ഇപ്പം ചെറുതായണ്ട 2 എടുത്തത്. വലിയ നാരങ്ങ എന്ന് 1 എടുത്താൽ മതി. അത് ഇതേപോലെ പിഴിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി വീണ്ടും എടുക്കുക. നമ്മൾ അതിനുശേഷം ഏലക്കാപ്പൊടി ഇട്ട് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നമുക്കിവിടെ പാകമായെന്നറിയാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ചരിച്ച് നോക്കിയാൽ മതി. അന്നേരം ഒലിച്ചു വരത്തില്ല. അന്നേരം നമുക്കിപ്പോൾ പാകമായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. പരമാവധി ലൈക്കെങ്കിലും ചെയ്യുക. എന്തേലും നിങ്ങളെക്കൊണ്ടാവുന്ന ഒരു സപ്പോർട്ട് ചെയ്യുക. അന്നേരം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.